നമസ്കാരം. ഉപ്പും മുളകും ലൈറ്റ് ഇത് എവിടെ പോയി അവസാനിക്കുമെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. അങ്ങനെ 2 ദിവസമായിട്ട് ഈ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലിയുടെ വിഷയം നിന്ന് കത്തുന്നുണ്ട്. ഈ ഇളയ പെൺകുട്ടി ഒളിച്ചോടിയതുമായിട്ട് അല്ലെങ്കിൽ സ്വന്തം എൻഗേജ്മെന്റ് കഴിഞ്ഞ ചെറുക്കനുമായിട്ട് പോയതിനെ ചൊല്ലിയായിരുന്നു വിഷയം. പലതരത്തിലുള്ള വാർത്തകൾ വരുന്നു, പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ ചെയ്തു. അവസാനം നമ്മളിപ്പോ തൊട്ട് മുമ്പ് ചെയ്ത ഒരു വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കെട്ടാൻ പോകുന്ന പയ്യൻ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ആ പയ്യന്റെ ഭാഗത്താണ് തെറ്റ്, പയ്യൻ ആള് ശരിയല്ല എന്നുള്ള രീതിയിൽ അമ്മ പറഞ്ഞത്, സ്വന്തം അമ്മ തന്നെ പറഞ്ഞത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത് വീഡിയോ ചെയ്തത്. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ആ അമ്മയുടെ ഭാഗം നമ്മൾ ക്ലാരിഫൈ ചെയ്തു. അപ്പൊ ഇവിടെയൊക്കെ മറ്റൊരു ഭാഗവും കൂടി ഉണ്ടായിരുന്നു. അതാരുമല്ല, നന്ദനയുടെ ഭാഗം കൂടി അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ നന്ദനയെ ഒന്ന് വിളിക്കാമെന്ന് കരുതി. അങ്ങനെ നന്ദനയെ വിളിച്ചപ്പോൾ കിട്ടിയ മറ്റു ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്നുള്ളതാണ്. അതായത് ഇതാര് പറയുന്നത് വിശ്വസിക്കണം എന്നൊന്നും അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ. അതുമല്ല, ഈ അമ്മ പറഞ്ഞതിൽ നിന്നൊക്കെ ചെറിയ പിന്നെ കള്ളങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതായത് പ്രധാനപ്പെട്ടത് എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഇതിനകത്ത് അമ്മ പറഞ്ഞ ഒരു മെയിനായിട്ടുള്ള കേസ്, ഈ പറയുന്ന ഈ പയ്യന് പരസ്ത്രീ ബന്ധമുണ്ട്. ഈ പയ്യനും മറ്റൊരു പെണ്ണുമായിട്ടുള്ള ചാറ്റ് എന്ത് ചെയ്തു, ചാറ്റിന്റെ സ്ക്രീൻഷോട്ട്, അതായത് അശ്ലീല ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഇവർക്ക് എത്തുകയും അതിനുശേഷം ഇവരെന്ത് ചെയ്തു, ഈ പെൺകുട്ടിയെ ഇതിൽ നിന്ന് കല്യാണത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ നന്ദന പിടിച്ച പിടിയാലെ എന്താണ്, ആ പയ്യനെ തന്നെ മതി എന്ന് പറഞ്ഞ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി. ഒരു അമ്മയും അച്ഛനും അല്ലേ, അവർക്ക് എന്തായാലും സ്വന്തം മകള് മറ്റൊരുത്തന്നെ ഇതുപോലെ ഒരു സ്വഭാവ ദൂഷ്യമുള്ള ഒരു പയ്യനുമായിട്ട് കെട്ടിപ്പോകുമ്പോൾ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങൾ മുന്നേ കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്തു, എതിർത്തു. പക്ഷെ അവളതിന് ഈ നന്ദന അതിന് ചെവി കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ നന്ദന എന്ത് ചെയ്തു, ഇറങ്ങിപ്പോയി. അല്ലാതെ നമ്മൾ കല്യാണം നടത്താത്തതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന അമ്മയുടെ വെർഷൻ അങ്ങനെയായിരുന്നു നമ്മൾ പിന്നീട് ഈ പറഞ്ഞ പോലെ എന്താണ് വീഡിയോയും കാര്യങ്ങളും കിട്ടും. പക്ഷെ ഇപ്പൊ നന്ദന പറയുന്നത് മറ്റൊരു വെർഷനാണ്. അപ്പോൾ നന്ദനയുടെ ഭാഗം കേൾക്കുമ്പോൾ നന്ദനയുടെ ഭാഗത്തും ശരിയുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നില്ല, ശരിയുണ്ടെന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു കാര്യം ആദ്യം പറയും, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് രണ്ടുപേരുടെ ഭാഗവും കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നന്ദന പറഞ്ഞപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ്, അമ്മ പറഞ്ഞ സംഭവം എന്താണ്, ഈ പയ്യന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പെൺകുട്ടികളുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു, പരസ്ത്രീ ബന്ധത്തിനേക്കാൾ ഉപരി മറ്റ് റിലേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, പിന്നെ ഇതിൽ നിന്ന് കല്യാണം നടത്തി തരില്ല എന്ന് പറഞ്ഞെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ നന്ദന പറയുന്ന വർഷം മറ്റൊന്നാണ്. അതായത് ഇവരുടെ എൻഗേജ്മെന്റ് ഇവരുടെ പെണ്ണ് കാണൽ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം, അതായത് 18-ാം തീയതിയാണ് ഇവരുടെ എൻഗേജ്മെന്റ് കഴിയുന്നത്. തൊട്ട് 19-ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഒരു മെസ്സേജ്, ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വന്ന് എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഈ പറയുന്ന ഈ നന്ദനയുടെ ചേച്ചി പൊന്നൂസിന്റെ ഹസ്ബൻഡിന്റെ ഫോണിലേക്കാണ് വന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മനസ്സിലായി, ഹസ്ബൻഡിന്റെ ഫോണിലേക്ക് അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വന്നിരുന്നു. അതിനുശേഷം നന്ദന തന്നെ ഇടപെട്ട് എന്ത് ചെയ്തു, ഈ പയ്യന്റെ അടുത്ത് തിരക്കി, ഇതിൽ വല്ല സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കി. അതിനുശേഷം ഈ പറയുന്ന മെസ്സേജ് അയച്ച പെൺകുട്ടിയില്ലേ, അവരെയും വെച്ച് ക്ലാരിഫിക്കേഷൻ ചെയ്തു. അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ചാൽ അത് ഒരു തമാശ അല്ലെങ്കിൽ വെറുതെ അയച്ചെന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ റിലേഷൻ ഉണ്ടായിരുന്നായിരിക്കാം, അവർ വെറുതെ എന്ന് പറയുന്നെങ്കിലും എനിക്ക് മനസ്സിലായി ചിലപ്പോൾ മുമ്പുള്ള റിലേഷൻ വല്ലതും ആയിരിക്കാം. ഈ പറയുന്ന ഇപ്പം ഒരാൾക്ക് വേറൊരു റിലേഷൻ ഉണ്ടാവുന്ന വലിയ തെറ്റൊന്നും അല്ലല്ലോ. അപ്പം ഇവരുടെ കല്യാണം പിന്നീട് കഴിക്കാൻ ഇവർ വേറൊരു എൻഗേജ്മെന്റിലേക്ക് പോയപ്പോൾ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വന്ന് കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്തതായിരിക്കാം. പക്ഷെ വിഷയം അതല്ല. ഇവർ പെണ്ണ് കാണൽ വരുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഇവർ ഈ സംഭവം അറിഞ്ഞു, ഇത് പറഞ്ഞു സോൾവ് ആക്കി. വേറെ വിഷയമൊന്നുമില്ല, സോൾവ് ആക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഇവരുടെ എൻഗേജ്മെന്റ് കഴിയുന്നത്. അതായത് അച്ഛനും അമ്മയും സമ്മതിച്ചു. അച്ഛനും അമ്മയും പറഞ്ഞത് നന്ദന എടുത്തു പറഞ്ഞു. അത് ആൾക്കാർക്ക് എന്താണ് പറഞ്ഞുകൂടാത്ത, ആൾക്കാർ അങ്ങനെ പലതും പറയില്ലേ എന്ന് പറഞ്ഞവരാണ് ആര്, ഈ പറയുന്ന അച്ഛനും അമ്മയും. എന്നിട്ട് അതിനുശേഷമാണ് ഇവരുടെ എന്ത് ചെയ്ത് എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞത്. പിന്നെ അതിനുശേഷം പിന്നെ എന്തിനു വന്നിട്ട് നമ്മുടെ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് അവന് വേറെ പെൺകുട്ടികളുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു, അവന്റെ സ്വഭാവം ശരിയല്ല എന്നതുകൊണ്ടാണ് ഈ ഒരു കല്യാണം മുടക്കിയതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. ഇനി ഇവര് പറയുന്ന വെർഷനിൽ എന്തുകൊണ്ടാണ് ഈ കല്യാണം മുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പൊന്നൂസിന്റെ ഭർത്താവും ഈ പറയുന്ന ആരാണ്, പിന്നീട് ഈ എവളുടെ ഭർത്താവും, അതായത് ഈ നന്ദനയുടെ ഭർത്താവും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയവുമായി സംബന്ധിച്ചുകൊണ്ടുള്ള അങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനൊരു കാരണമായിട്ടുണ്ട്. അതുപോലെ ഇവൻ അവിടെ എഞ്ചിനീയറോ അങ്ങനെ എന്തോ ആയിട്ടുള്ള പോസ്റ്റ് ആയിരുന്നു, എന്റെ കള്ള സർട്ടിഫിക്കറ്റ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊന്നൂസിന്റെ ഹസ്ബൻഡ് ഇതുപോലെ ആവശ്യപ്പെട്ടു എന്നും അതിനുശേഷം പൊന്നൂസ് എന്ത് ചെയ്തു, ഇവളെ ബ്ലോക്ക് ചെയ്തു. അതായത് നന്ദനയെ ബ്ലോക്ക് ചെയ്തു. ചേച്ചി അനിയത്തിക്കുട്ടിയെ എന്ത് ചെയ്തു, ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്തതിനു ശേഷം നന്ദന പറഞ്ഞത്, എന്നെ ബ്ലോക്ക് ചെയ്ത അവളെ ഞാൻ ഇനി തിരിച്ചു വിളിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, അവളുടെ ബ്ലോക്ക് നീ മാറ്റി അവളുടെ അടുത്ത് സോറി പറയണം എന്ന്
ഈ എന്താണ് നന്ദനെ എടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. നന്ദന പറഞ്ഞു എന്നെയാണ് ബ്ലോക്ക് ചെയ്തത്, എനിക്ക് അവരുടെ അടുത്ത് സോറി പറയേണ്ട ആവശ്യമില്ല. അതായത് ഈ ഒരു പ്രശ്നത്തിന് ശേഷം, ഈ ബ്ലോക്ക് ആയതിനു ശേഷം ഇവര് നിരന്തരം അച്ഛനും അമ്മയും ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ നിരന്തരം എന്ത് ചെയ്ത് ഉപദ്രവിക്കുമായിരുന്നു. ഉപദ്രവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് കേട്ടാൽ ഞെട്ടിപ്പോവും. അമ്മാതിരി രീതിയിൽ ഇവരെ തള്ളിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് രണ്ട് കവളിലെയും കഴുത്തിലും അവിടെയൊക്കെ പാടുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? എന്നിട്ട് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിലേക്ക് ഈ അടിയും കൊണ്ടുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസുകാർ കേസ് എടുക്കണമോ എന്ന് നന്ദനെ എടുത്ത് ചോദിച്ചു. അമ്മയുടെയും അച്ഛന്റെയും പേരിൽ കേസ് എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ നന്ദന പറഞ്ഞു വേണ്ട, അച്ഛനും അമ്മയും ആയതുകൊണ്ട് ഞാൻ അതൊന്നും പിന്നീട് വേണ്ടാന്ന് കരുതി എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അതിനുശേഷം ഏതാണ്ട് 1-2 മാസം കൊണ്ട് ഈ ഒരു വിഷയം നടക്കുന്നുണ്ട് ഇതിനകത്ത്. മനസ്സിലായോ? ഇങ്ങനെയാണ് പുകയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഇവള് പറഞ്ഞ ഏതാണ്ട് 28 ദിവസം വരെ ഇവള് പട്ടിണി കിടന്നു. 28 ദിവസം വരെ ആഹാരമൊന്നും കഴിക്കാതെ, ആഹാരമൊന്നും തിന്നാതെ 28 ദിവസം വരെ ഇവൾ ഈ വീട്ടിനകത്ത് പട്ടിണി കിടന്നു. അതുപോലെ ഇവൾ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പിച്ച എടുത്ത് കഴിക്കടി എന്ന് അമ്മ പറയും. അമ്മയ്ക്ക് ഒരാളത്ത് ദേഷ്യം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വായി തോന്നുന്ന എന്തും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവമാണ് അമ്മയ്ക്കുള്ളത്. അത് മോളാണോ മക്കളാണോ ഒന്നും ചോദിക്കില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു കേസാണ്. ഇപ്പോ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ സ്വന്തം മോളെ പറ്റി അവരെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പോഴും ആ കേസൊക്കെ സംസാരിച്ചു, അതിന്റെ ക്ലാരിഫിക്കേഷനും പിന്നെ നന്ദന വന്നിട്ടുണ്ട്. പക്ഷെ അത് എന്തായാലും ഞാൻ വീഡിയോ പറയുന്നില്ല, അത് പുറത്ത് പറയേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറയാത്തതാണ്. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇവളെ 28 ദിവസം വരെ ഇവളിങ്ങനെ പട്ടിണി കിടന്നിട്ടും അവളെ ചോറ് വല്ലതും കഴിക്കുകയാണെങ്കിൽ, ഒരു നേരത്തെ ആഹാരം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇതിനെ കണ്ടി പോയി തിന്നടി എന്നുള്ള രീതിയിൽ അമ്മയും അച്ഛനും പറയുമായിരുന്നു. അച്ഛൻ നിരന്തരം ഈ പറയുന്ന നന്ദനെ ഉപദ്രവിക്കുമായിരുന്നു. അതുമല്ല ഇവരെന്തെങ്കിലും ടൂറിനോ ഗുരുവായൂരോ അങ്ങനെ എന്തോ പോയപ്പോ ഇവളെ കൊണ്ടുപോകാതെ ഇവളെ അവിടെ ആക്കിയിട്ട് പോയി. ഏതോ ഒരിടത്ത് പോകുന്നത് ഇപ്പൊ പൊന്നു എന്തിരി ഇവളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇവര് തമ്മിലും കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഫോൺ പിടിച്ചു വാക്കുകയും അവന്റെ ഫോൺ കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നൊക്കെയാണ് ഈ പറയുന്ന നന്ദന പറയുന്നത്. അതുമല്ല ഇത്രയും അടി കിട്ടി അവൾക്ക് ഒരു രക്ഷയുമില്ല. അവിടെ ഇരുന്ന് ചിലപ്പോൾ അവിടെ ജീവൻ തന്നെ പോകും എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു. കാരണം എന്തായാലും ഇതെല്ലാം അറിഞ്ഞ് അവന് വേറെ ഒരു പ്രശ്നം വന്നായിരുന്നു. അതൊക്കെ സോൾവ് ചെയ്ത് അങ്ങനെയൊന്നും ഇല്ല, ഒക്കെ സോൾവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എൻഗേജ്മെന്റിനെ ഉറപ്പിക്കുകയും അതിനുശേഷം പിന്നീട് ഈ ചേച്ചിയുമായിട്ട്, അപ്പൊ എനിക്ക് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവുന്നത് ഈ ചേച്ചിക്ക് ഇതിന് നല്ലൊരു റോളുണ്ട്. അതായത് പൊന്നുവിന്റെ ഫാമിലിക്ക് ഇതിനകത്ത് നല്ലൊരു റോളുണ്ട്. അവർ ഇവരുടെ ഇതിലേറെ കളിക്കും. അവരും ഈ പറഞ്ഞ നന്ദനയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡുമായി തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇതിനകത്തുണ്ട്. അവരുടെ അഭിപ്രായ വ്യത്യാസം, അവർക്ക് അങ്ങോട്ട് ഒരു ഈഗോ, ഒരു ദേഷ്യം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പൊന്നുവും ഭർത്താവും അമ്മയും പിന്നെ എന്താണ് അച്ഛനെയും നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടത് എന്നുള്ളത്. അപ്പൊ ഈ പൊന്നുവും ഈ നന്ദനയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഒന്ന്, പൊന്നു അവളെ ബ്ലോക്ക് ചെയ്തത് ഒരു വിഷയം, അവളെ അവളുടെ അടുത്ത് നീ സോറി പറയണമെന്ന് അച്ഛനും അമ്മയും നിരന്തരം നന്ദനയെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. നന്ദന പറഞ്ഞു എന്നെയല്ലേ അവള് ബ്ലോക്ക് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് സോറി പറയേണ്ട ആവശ്യമില്ല. അതാണ് നന്ദന പറയുന്ന വെർഷനില് കല്യാണത്തിൽ ഇങ്ങനെ ഒളിച്ചോടാൻ അല്ലെങ്കിൽ അവനോടത്ത് ഇറങ്ങി പോകാനുള്ള കാരണം. എന്ന് വെച്ചാൽ ഇത് ഇവള് സോറി പറയാത്തത് കൊണ്ട് നിരന്തരം ഇവളെ തല്ലുകയും ഇവളെ ഒരിടത്ത് കൊണ്ടുപോകും, എപ്പോഴും ഉപദ്രവിക്കും, ഒരുപാട് ഉപദ്രവം, ഒരുപാട് പാടുകളും കാര്യങ്ങളും. അതുപോലെ തന്നെ പിന്നെന്താണ് എന്നെ ഒരിക്കലും സുഖിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന വോയിസ് അടക്കം. അതിനുശേഷം നന്ദന പറയുന്ന മറ്റൊരു പിന്നീട് ഭയങ്കരമായിട്ടുള്ള ഒരു ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് സോൾവ് ആക്കി, ഇങ്ങനെ ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ നന്ദനയുടെ അച്ഛനും അമ്മയുമായിട്ട് ഈ പറയുന്ന പയ്യന്റെ വീട്ടിലേക്ക് പോയി. ഈ പയ്യന്റെ വീട്ടിലേക്ക് പോയായിരുന്നു. അവിടെ വെച്ച് വാക്കുതർക്കമുണ്ട്. ഈ പയ്യനെ അടിക്കാൻ വേണ്ടിയിട്ട് നന്ദനയുടെ അച്ഛൻ അവന്റെ ഷട്ടിൽ കൊങ്ങയിൽ കയറി പിടിച്ചു എന്നാണ് നന്ദന പറയുന്നത്, അവരുടെ വീട്ടിൽ ചെന്നിട്ട്. അപ്പൊ അവരെ വീട്ടുകാരും നന്ദനയുടെ അമ്മയും കൂടി ചേർന്നാണ് ഇങ്ങനെ ഉന്തിത്തള്ളി വെളിയിലോട്ട് വിട്ടത്. മനസ്സിലായോ? അപ്പൊ നന്ദന പറയുന്നത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ മിക്കവാറും എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നു. കാരണം 10-20 ദിവസം കൊണ്ട് ഞാൻ അവിടെ പട്ടിണിയാണ്, ഇവരെനിക്കൊരു സമാധാനം തരുന്നില്ല. ആ രീതിയിൽ എനിക്ക് വേറെ ഒരു നിവൃത്തിയും ഇല്ലാതെയാണ് ഈ പറഞ്ഞ എനിക്ക് ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നത്. പിന്നെ നന്ദന ആരോപിക്കുന്ന മറ്റൊരു കേസ്, എന്റെ റൂമിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് റൂം അടയ്ക്കാനും കൂടി റൂം അടയ്ക്കാനും കൂടി അവർ സമ്മതിക്കില്ല. തുണി മാറുന്ന സമയത്ത് പോലും റൂം അടയ്ക്കാൻ അവർ സമ്മതിക്കില്ല. കാരണം റൂം അടച്ചിട്ട് ചിലപ്പോൾ അവനെ വിളിക്കുകയായിരിക്കും. അതായത് ഇവര് 2-4 സൈഡിൽ കൂടി ഇവരെ ബ്ലോക്ക് ചെയ്തു. ഒരു കാരണവശാലും ഈ പറയുന്ന പയ്യനുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ റൂം അടച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനെ കയറി ഫോൺ വിളിക്കുക എന്നുള്ള സംശയമൊക്കെ ആയിരിക്കും. അതുമല്ല സ്വന്തം സഹോദരങ്ങളോടുകൂടി സംസാരിക്കാനോ എടുക്കാനോ ഒന്നും പിന്നെ സമ്മതിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. അതുമല്ല നന്ദന പറയുന്ന മറ്റൊരു വലിയൊരു ആരോപണം, ഞാൻ ചിലപ്പോൾ ആ കൊച്ചുകുട്ടിയില്ലേ അവളെ ആനിയനോ എന്തോട്ടില്ല അതിനെയൊക്കെ ഞാനത് കിണറ്റിലിടുമോ എന്ന് വരെ ഇവര് പറഞ്ഞു എന്നുള്ളത്. അതായത് നന്ദന പറഞ്ഞു വെക്കുന്നത് അമ്മയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആരെന്നില്ല, ആരെക്കുറിച്ചും എന്ത് അനാവശ്യങ്ങളും വിളിച്ചു പറയും.
അല്ലാതെ വേറെ ഒന്നും ഇവർ പറയുന്ന അങ്ങനെ ഒരു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട സംഭവങ്ങളൊക്കെ ശരി തന്നെ, അങ്ങനെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടല്ല, ആ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇവർ മുമ്പേ അറിഞ്ഞു. നമ്മൾ കരുതുന്നത് ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് അറിഞ്ഞത് കൊണ്ടാവാം ഇതിന്റെ പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഈ സംഭവം ഒരു പെണ്ണ് കാണൽ ചടങ്ങിന്റെ അടുത്ത ദിവസം തന്നെ ഈ സംഭവങ്ങൾ അറിയുന്നു. അത് പറഞ്ഞ് സോൾവ് എല്ലാം കൂടി അമ്മ തന്നെയാണ് അപ്പോ മുൻകൈ എടുത്ത് പറഞ്ഞത്. അത് ആൾക്കാരാകുമ്പോൾ പല വിധത്തിൽ പറയും. അതുപോലെ മറ്റൊരു മുമ്പ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, അവരോട് ചാറ്റ് ചെയ്ത് വലിയ കുറ്റമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ. റിലേഷൻ ഇല്ലാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും റിലേഷൻസ് കാണും. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അതൊക്കെ സോൾവ് ആക്കിയതിനു ശേഷമാണ് ഇവർ എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ചടങ്ങിലേക്ക് പോകുന്നത്. അതിനുശേഷം പിന്നെ എന്തിനാണ് ആ ഒരു സംഭവം? അതിനുശേഷം വീണ്ടും ഇവരുടെ സ്വഭാവം ശരിയല്ല എന്ന് പറയാനുള്ള കാരണം, പിന്നെ ഇവന്റെ തൊഴിലിനെ പറ്റിയും മറ്റത് പറ്റിയും അവർക്ക് ഭയങ്കര സംശയവും കാര്യങ്ങളും, ഇവിടെ ചേച്ചിയും പിന്നീട് ഭർത്താവും തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ, പലതരത്തിലുള്ള സംശയിക്കുകയും അവനൊരു ഫ്രോഡാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. ആര്? ഈ ചേച്ചിയുടെ ഭർത്താവും ചേച്ചിയും അങ്ങനെ ആരൊക്കെയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ ചേച്ചിയും അനിയത്തിയുമായിട്ട് മനസ്സിൽ കൊണ്ടപ്പോൾ അനിയത്തിയുടെ കേസ് പറയുകയാണെങ്കിൽ സ്വന്തം കെട്ടാൻ മുണകെ സ്നേഹിക്കുന്ന പയ്യനെ കുറിച്ച് ഇങ്ങനെ നിരന്തരം മോശം പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവൾ പ്രതികരിക്കുമായിരിക്കാം, മനസ്സിലായി. അവൾ പ്രതികരിച്ചു. ആ സമയത്താണ് അവൾ ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വാക്ക് തർക്കങ്ങളായി. അപ്പൊ ബ്ലോക്ക് മാറ്റിക്കൊണ്ട് അവളെടുത്ത് സോറി പറഞ്ഞാൽ മാത്രമേ ഈ കല്യാണം നടത്തി തരത്തുള്ളൂ എന്ന് അച്ഛനും അമ്മയും പറയുന്നു. പിന്നെ അവൾ പറയുന്നുണ്ട്, അവർക്ക് എപ്പോഴും പറയുമായിരുന്നു, ഈ വസ്തു വിറ്റാലേ എനിക്ക് കെട്ടിക്കാൻ പറ്റത്തുള്ളൂ, അല്ല വേറെ പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നന്ദന ഈ പറയുന്ന പയ്യന്റെ വീട്ടുകാർ തന്നെ പറഞ്ഞു, വേണ്ട നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ പറ്റത്തില്ല, അങ്ങനെയൊന്നും പറ്റത്തില്ല, നാണക്കേടാണ്, നമുക്കൊരു ആർഭാടമായിട്ടാണ് നടത്തുന്നത് എന്നും അവർ പറയുമായിരുന്നു എന്നൊക്കെയാണ് നന്ദനയുടെ വെർഷൻ. അപ്പോൾ നമ്മൾ 2 വെർഷനും കേട്ടു. അമ്മയുടെ വെർഷനും കേട്ടപ്പോൾ അമ്മ പറഞ്ഞതിൽ പലതും കള്ളത്തരങ്ങളായിരുന്നു എന്നുള്ളത് ഇപ്പം തെളിയുന്നു. നന്ദന പറഞ്ഞ വെർഷൻ ഇതാണ്. നന്ദന പറഞ്ഞാൽ ഒരു കാര്യം സത്യം തന്നെയാണ്. ഈ പറയുന്ന അമ്മ പറഞ്ഞ ഒരു കാര്യം എന്താണ്, ഈ അവനുമായിട്ട് മറ്റു പെൺകുട്ടിയുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു, അതിന്റെ ചാറ്റ് കിട്ടിയത് കൊണ്ടാണ് അവർ ഈ കല്യാണത്തിന് വേണ്ട എന്ന് വെച്ചത്. പക്ഷെ നന്ദന പറയുന്നതിൽ ഒരു കാര്യം സത്യമാണ്. ഈ സംഭവം എന്താണ്, 18ാം തീയതി എൻഗേജ്മെന്റ് ആണെങ്കിൽ 19ാം തീയതി തന്നെ ഇവർ ഈ സംഭവം അറിഞ്ഞിരുന്നു. അതെല്ലാവർക്കും ചോദിച്ച് ക്ലാരിഫൈ ചെയ്ത് ആ പെണ്ണിനെ വരെ, ഈ ചാറ്റ് അയച്ചു കൊടുത്ത പെണ്ണിനെ വരെ വിളിച്ച് ക്ലാരിഫൈ ചെയ്ത ശേഷമാണ് ഇവർ എൻഗേജ്മെന്റ് നടത്തിയത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് മനസ്സിലായത് ഇവരെ പിന്നെ കല്യാണം നടത്തില്ല എന്നുള്ള രീതിയിൽ? അപ്പം എനിക്കൊന്ന് അനിയത്തിയുമായിട്ടുള്ള ഇഷ്യൂ, അനിയത്തിയും പിന്നെ ചേച്ചിയുമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം, അവരുടെ മനസ്സിനകത്തുള്ള ഈഗോ, ഭർത്താക്കന്മാർ, ചേച്ചിയുടെ ഭർത്താവും ഇവരുടെ ഭർത്താവും തമ്മിലുള്ള ആ ഒരു ഈഗോ കാര്യങ്ങളാണ് ഇത് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവാൻ കാരണമായത് എന്നെനിക്ക് പറഞ്ഞു. അതുപോലെ നന്ദനെ അടിച്ചു കാര്യങ്ങൾ പറയുമ്പോൾ അപ്പൊ ഇതാണ് സംഭവം. ഇതാണ് നന്ദനയുടെ വർഷം. ഇനിയിപ്പം അടുത്ത അവർ വേറെ വെർഷൻ കൊണ്ടുവരുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതിൽ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നന്ദന എടുത്തെടുത്തെടുത്ത് പലവട്ടം പറഞ്ഞ ഒരു കേസ് ഞാൻ പലവട്ടം ചോദിച്ച് ക്ലാരിഫൈ ചെയ്ത ഒരേ ഒരു വിഷയതേ ഉള്ളൂ, ഈ സംഭവം എപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ അവള് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 18ാം തീയതി എൻഗേജ്മെന്റ്, 19ാം തീയതി കൃത്യമായിട്ട് അറിഞ്ഞു. അത് പറഞ്ഞ് സോൾവ് ചെയ്തതിനു ശേഷമാണ് എൻഗേജ്മെന്റ് നടത്തിയത്. അങ്ങനെയാണെങ്കിൽ അവന്റെ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞ് വീണ്ടും അവർക്ക് ഈ ഒരു സംഭവം പിന്നീട് മുടക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ഇനിയും വ്യക്തമല്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ്.